ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, ഈ അർത്ഥത്തിലാണ്, അതായത് മാലിന്യ സംസ്കരണത്തിന് ഓരോ പൗരനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റ് എല്ലാ സംവിധാനങ്ങൾക്കും MP-ക്കും MLA-ക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്, റെയിൽവേക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതൊക്കെ സംയോജിച്ച് നടക്കണം. ഇപ്പോൾ നോക്കൂ, റെയിൽവേയുടെ ഭാഗങ്ങളുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ, റെയിൽവേയുടെ പ്ലാറ്റ്ഫോമുകളുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ വർഷങ്ങളായുള്ള കരമാലിന്യം ഒരു പ്രശ്നവുമില്ലാതെ അങ്ങ് തള്ളുകയാണ് എന്നത് മാത്രമല്ല, ഇപ്പോൾ ക്ലീനിങ്ങിനായി കോൺട്രാക്റ്റിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലോ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലോ ഒന്നും ഇത്തരത്തിൽ മാനുവലായി ആരെയും ഇങ്ങനെയുള്ള അപകട സ്ഥലങ്ങളിലേക്ക് ഇറക്കുന്നില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോബോട്ടുകളുടെയും അതിൻ്റെ എക്യുപ്മെൻറ്റുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ ഇത്തരത്തിൽ ദുഷ്കരമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാവൂ എന്നൊരു രീതിയിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരം മാറി. പക്ഷേ റെയിൽവേ നോക്കൂ, ഈ 3 തൊഴിലാളികളെ ഒരു സുരക്ഷിതത്വവുമില്ലാതെയാണ് അവരെ ആ ആമേഴഞ്ചാലിലേക്ക് ഇറക്കി വിട്ടത്. ഈ വിഷവാതകം പുറന്തള്ളുന്ന ഈ ആമേഴഞ്ചാൻ തൊട്ടിലേക്ക് ഒരു മനുഷ്യൻ ബോധം കെട്ടാണ് അതിലേക്ക് ഒഴുകിപ്പോയത്. അവനായാണ് തിരച്ചിൽ നടത്തുന്നത്. ശ്രീ കമ്മത്ത്, ആദ്യം തന്നെ അവിടുത്തെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഞാൻ എൻ്റെ സ്വകാര്യമായ നന്ദി അറിയിക്കട്ടെ. തീർച്ചയായും. മാത്രമല്ല, ഈ അവസരത്തിൽ പറയാനുള്ളത് റെയിൽവേക്കൊരു ധാർഷ്ട്യമുണ്ട്. ആർക്കും അവരെ തൊടാൻ കഴിയില്ല. ഞങ്ങൾ വ്യത്യസ്തമായ റൂൾസാണ്. അവിടെ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് ആർക്കും ഞങ്ങൾ എന്തും ചെയ്യും, അതെല്ലാം നിങ്ങൾ സഹിച്ചോണം എന്നുള്ള രീതിയിലാണ്. ഏറ്റവും വലിയ മാലിന്യ വാഹിനിയാണ് ട്രെയിനുകൾ. അതുമാത്രമല്ല, മാലിന്യം നിറയുന്ന ഇടങ്ങളാണ് റെയിൽവേ സ്റ്റേഷനുകൾ. അവിടെ ടോയ്ലറ്റിലോ മറ്റോ പോകാൻ കഴിയില്ല. അവിടുത്തെ റിട്ടയറിംഗ് റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റിംഗ് ഷെഡിലോ പോയി ഇരിക്കാൻ കഴിയില്ല. അവിടെ എല്ലാം ദുർഗന്ധമാണ്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരുടെ ഒരു കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം. മാലിന്യത്തിലൂടെയാണ്, മാലിന്യവാഹിനി മാത്രമല്ല, പലതരം രോഗാണുക്കളുടെ വഹിക്കുന്ന ഈ വെഹിക്കിൾസാണ് ഈ ട്രെയിൻസ് എന്ന് പറയുന്നത്. പലതരം രോഗാണുക്കൾ. അപ്പോൾ അത് പൊതുവെ കണ്ടുവരുന്നുണ്ട്, ചോരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ സഹിച്ചോണമെന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്ന ടിക്കറ്റ് ചാർജ് നിങ്ങൾ തരണം, ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ധാർഷ്ട്യം. പൊതുവെ പണ്ട് മുതലേ ഉള്ള ധാർഷ്ട്യം, ബ്രിട്ടീഷുകാരുടെ ധാർഷ്ട്യമാണ് ഇപ്പോഴും. റെയിൽവേക്ക് പൊതുജനങ്ങളോട് ഒരു വെല്ലുവിളിയുണ്ട്. അതുണ്ട്. അത് പൊതുവെ ഞങ്ങളെ ആരും തൊടാൻ കഴിയില്ല, ഞങ്ങൾക്ക് വേറെ പോലീസാണ്, ഞങ്ങളുടെ റൂൾസ് വേറെയാണെന്നുള്ള രീതിയിലാണ് അവരുടെ പൊതുവേ ഉള്ളത്. ഇതൊരു ജനകീയ ഡെമോക്രാറ്റിക് രാജ്യമല്ലേ? ഇവിടെ അങ്ങനെ ഒരു ധാർഷ്ട്യം കാണിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതിന്റെ ഉത്തരവാദി, ഇതിന്റെ നരഹത്യാ ശ്രമത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും അവിടുത്തെ നഗരസഭയ്ക്കും അവിടുത്തെ മറ്റ് ഏജൻസികൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടെങ്കിലും പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ റെയിൽവേക്ക് മാത്രമാണ്. നരഹത്യാ ശ്രമത്തിന് ബഹുമാനക്കത്ത ഹൈക്കോടതിയിൽ നഗരസഭ കേസ് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നോട്ടീസൊന്നും പോരാ, അതൊക്കെ കടലാസല്ലേ, അതൊക്കെ അവിടെ ഇരിക്കും. നോട്ടീസൊന്നും പോരാ, വളരെ ശക്തമായ നടപടി എടുക്കുകയാണ് വേണ്ടത്. മന്ത്രിസഭയിൽ ചർച്ചയാകണം. അത് മാത്രമല്ല, ഇവർക്കെതിരെ ശക്തമായ നടപടി. ഇനി ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു സംഭവം 1.5 ദിവസമായിട്ട് കുറെ മനുഷ്യർ അവിടെ ആ മാലിന്യത്തിൽ കിടക്കുകയാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ വാർത്തകളിൽ മൊത്തം അതാണ്. ഇങ്ങനെ ഇത്രയും സാഹസപ്പെട്ട് അവർ ചെയ്യുന്നുണ്ട് ഇത്. അപ്പൊ അത് വരുത്തി വെച്ചവര് എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അവര് ഉദാസീനമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അതൊന്നും അവരെ ഈ കുറ്റത്തിൽ നിന്നും അവരെ രക്ഷിക്കാനൊന്നും കഴിയില്ല. കാരണം അവര് ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാണ്. റെയിൽവേ നഗ്നരായി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. അപ്പൊ അവരെ അതിനുള്ള ശ്രീ പ്രതാപ് കുമാർ, താങ്കളൊരു മുൻ ഫയർ സ്റ്റേഷൻ ഓഫീസറാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നടത്തുന്ന ശ്രമം. കാരണം ഫയർഫോഴ്സ് എന്തുമാത്രം ജനങ്ങളുമായി അടുത്തിരിക്കുന്ന സംവിധാനമാണെന്ന് പല ഘട്ടങ്ങളിൽ ബോധ്യമായിട്ടുണ്ടെങ്കിലും ഈ രണ്ട് ദിവസങ്ങളായി വല്ലാതെ അത് കേരളീയൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. കാരണം സംസ്ഥാന ഫയർഫോഴ്സ് നടത്തുന്ന സേവനം, സ്കൂബ ഡൈവിംഗ് ടീമൊക്കെ അതിനടിയിലേക്ക്, ആ മാലിന്യത്തിലേക്ക് ഊളിയിട്ട് അതിനടുത്തുകൂടി പോകാൻ പോലും നമ്മൾ അറയ്ക്കും. അതിന് അടിയിലൂടെ ഊളിയിട്ട് നല്ല യോഗ്യരായ ചെറുപ്പക്കാർ അതിൻ്റെ അടിയിലൂടെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വലിയ അർത്ഥത്തിൽ അവരോട് സ്നേഹം തോന്നുന്നു. ഒരു ജീവൻ രക്ഷിക്കാനാണ് ജീവൻ പണയം വെച്ച് അവരിങ്ങനെ പോകുന്നതെന്നുള്ളത് ആലോചിക്കുമ്പോൾ വലിയ അർത്ഥത്തിൽ അവരോട് സ്നേഹം തോന്നുന്നു. എന്തൊക്കെയാണ് താങ്കൾ ഈ സ്ഥിതിഗതികളെയൊക്കെ വിലയിരുത്തി, താങ്കളുടെ ഒരു അനുഭവ പരിജ്ഞാനത്തിൽ ഈ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു വസ്തുതയായി താങ്കൾക്ക് തോന്നുന്നത്?
നമസ്കാരം സാറേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നല്ലവണ്ണം കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA പ്രശാന്ത് സാർ സംസാരിച്ചു, അതുപോലെ നമ്മുടെ ഒരു എഫിഷ്യന്റ് ഓഫീസറായിരുന്ന ഗോപകുമാർ സാർ സംസാരിച്ച് ഞാൻ കേട്ടായിരുന്നു. പിന്നെ കമ്മത്ത് സാറും വളരെ റീസണബിളായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമാണ് എന്നിലേക്ക് എത്തിയത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഈ വിഷയത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഇത് മാനേജ് ചെയ്യാമായിരുന്ന സൊല്യൂഷൻ ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഇനിയെങ്കിലും വൈകാതെ അത് കേരളത്തിൽ ചെയ്യട്ടെ. ഈ ഡ്രൈനേജുകളിലേക്ക് ഒരു മെറ്റൽ നെറ്റ് ഇട്ടിരുന്നുവെങ്കിൽ, ഒരു ബോട്ടിൽ കടന്നു പോകാത്ത വെള്ളം മാത്രം ഒഴുകുന്ന ഒരു നെറ്റ് ഇട്ടിരുന്നെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. അത് എൻ്റയർ ഡ്രൈനേജുകളിൽ എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയുണ്ട്. അതിലെ ഉദാഹരണങ്ങൾ വേറെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയേണ്ടിയുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. കരമന റിവറിന് ഒരു 2 കുട്ടികളെ ഒക്കത്ത് ചേർത്ത് കെട്ടിക്കൊണ്ട് ഒരു പെൺകുട്ടി, പാപ്പനംകോട് കരിമം ഭാഗത്തുള്ള ഒരു പെൺകുട്ടി ചാടി ആത്മഹത്യ സംഭവം ഓർക്കുന്നുണ്ടാവും. അപ്പൊ അന്ന് ആ സെർച്ചിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഇതിനേക്കാൾ കരമനയാർ ഭയങ്കരമായി കുത്തി ഒഴുകുന്ന സമയത്തായിരുന്നു. NH ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫയർഫോഴ്സ് എത്രയും വേഗം ബോഡി എടുത്തു തരണമെന്നും പറഞ്ഞ് ഹൈവേയിൽ വയലൻ ഉണ്ടാക്കി അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ. ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്, ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ബോഡിയെ സെർച്ച് ചെയ്തെടുക്കാൻ, ഇത്രയും ഫ്ലോയിങ്ങിൽ എടുക്കാൻ കഴിയാതെ വളരെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ അത് കണ്ടെത്തുകയും ആ വിഷയം തൽക്കാലം കെട്ടടങ്ങുകയും. പക്ഷെ തുടർന്ന് ഞാൻ വെറുതെ ഇരുന്നില്ല. ബന്ധപ്പെട്ട ഏജൻസികളെയൊക്കെ ബന്ധപ്പെട്ട് ആ പാലത്തിന്, ഇറിഗേഷനെയും NHനെയും ഒക്കെ ഇടപെട്ട് പാലത്തിൽ നിന്നൊരു കുട്ടിക്ക് ചാടാൻ പറ്റാത്ത രീതിയിൽ ഒരു നെറ്റ് ഇപ്പൊ അവിടെ ഉണ്ട്. അതുപോലെ ആക്കുളം പാലത്തിൽ പോയി നോക്കിയാലും ഇപ്പൊ അവിടെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഇത്തരം ഇടപെടലുകളാണ് നമുക്ക് അനിവാര്യമായി തുടങ്ങേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ താങ്കൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്റ്റേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആയിരുന്നു, റിട്ടയർ ചെയ്ത ആളാണ്. ക്ലാസ്സുകളുടെ പരിചയത്തിലായിരിക്കാൻ ധാരാമയോട് എൻ്റെ നമ്പർ തന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പെട്ടെന്ന്, എനിക്കിപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ എല്ലാവരും പങ്കുവച്ചതുപോലെ 18 നമ്മുടെ ഓഫീസേഴ്സ് വെള്ളത്തിൽ നിൽക്കുന്നവരുടെ ഫാമിലി ഈ ജോയിയുടെ ഫാമിലിയേക്കാൾ നീറി നിൽക്കുകയാണ്. കാരണം ഇവർ ബ്രീത്ത് ചെയ്യുന്നത് എന്താണെന്ന് അവർക്കും അറിയാം, വീടുകളിൽ ഇരിക്കുന്നവർക്കും അറിയാം. അത്യാവശ്യം മീഡിയ കാരണം മറ്റുള്ളവർക്കും ഇപ്പം മനസ്സിലായിക്കാണ്. ഇവർ ബ്രീത്ത് ചെയ്യുന്നത് ഒരിക്കലും ഓക്സിജൻ അല്ല. ഇവരുടെ ഹെൽത്ത് ഇഷ്യൂ ഏത് വഴിക്ക് എങ്ങോട്ട് വഷളാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം. അപ്പൊ അവർ അതൊന്നും വകവയ്ക്കാതെ, സ്വന്തം ജീവനോ കുടുംബത്തെ പോലും ഓർക്കാതെ ആ പോയ ജീവൻ, ആ വീട്ടിലെ നിലവിളി അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിൽ ആ രൂപമെങ്കിലും കാണിക്കാൻ കഴിയുമെന്നുള്ളൊരു അറ്റംപ്റ്റാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ മാക്സിമം പ്ലസ്, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതേവരെ ഇത്രയും ശ്രമകരമായൊരു ദൗത്യം, ഇതിനേക്കാൾ മാരകമാണെന്ന് തോന്നിച്ചിട്ടുള്ള പലതും വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ശ്രമകരമായി 30 മണിക്കൂർ പിന്നിട്ടിട്ട് ഒരു ആശ്വാസം വരാത്തൊരു ദൗത്യം, അതും ഫയർഫോഴ്സിന്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം പത്മകുമാർ സാറായാലും നൌഷാദ് സാറായാലും ഇന്ന് നേതൃത്വം കൊടുക്കുന്ന നേതൃനിര ഗംഭീരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എത്രയും അർപ്പണബോധമുള്ള ഒരു ടീം മുൻപൊന്നും ഫയർഫോഴ്സിൽ വന്നിട്ടില്ല എന്നുള്ളതും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടിയുണ്ട്. തീർച്ചയായും. അതുപോലെ തന്നെ അവർ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടും പത്മകുമാർ സാർ ലൈവായി ഇടപെടുന്നത് കൊണ്ടും തന്നെ നിൽക്കുന്ന ടീമിന്റെ ആത്മവിശ്വാസം വേറെ ഒന്നാണ്. അല്ലാതെ ഒരു ടീമിന് ഇങ്ങനെ തുടരാൻ കഴിയില്ല. തീർച്ചയായും.